മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും വേണ്ടടാ. നീ ചന്ദ്രികയുടെ വൈദ്യം പറഞ്ഞത് തന്നെയാണോ? എന്റെ മോൻ തന്നെയാണോ നിന്റെ അച്ഛൻ? അച്ഛനും അമ്മയും മിനുവായിട്ടനും ഒക്കെ എവിടെ? ദീമോളോ? ആ ഇൻസ്പെക്ടർ ദീമോളെ ബലമായി പിടിച്ചെടുത്ത് രാഖിയെ ഏൽപ്പിച്ചു. കുറുപ്പിനെ വിളിച്ചില്ലേ മോളെ? ആ വിളിച്ചു അച്ഛമ്മ. ഉടനെ വേണ്ടത് ചെയ്യാന്ന് അച്ഛൻ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോ നേരെ എത്രയായി? അവരെ കാണുന്നില്ലല്ലോ. മോളെ, അച്ഛമ്മ നിന്നെ പലപ്പോഴും കുറ്റം പറയേ ശാസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ല. ഈ കിളവിക്ക് അതിനുള്ള അവകാശം ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ചിട്ട എന്നോട് ക്ഷമിക്കണം മോളെ. അച്ഛമ്മ എന്തായി കാണിക്കുന്നേ? എനിക്ക് അച്ഛമ്മയോട് ദേഷ്യമൊന്നുമില്ല. വീട്ടില് ഭവാനി അച്ഛമ്മ ചെയ്യുന്നതേ അച്ഛമ്മയും ചെയ്യുന്നുള്ളൂ. അതൊക്കെ ഞാൻ അപ്പ തന്നെ മറന്നു. തിരക്കിനിടെ കുറിപ്പ് ഒരുപക്ഷെ മറന്നുപോയെന്ന് വരും. ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം നീ ഒന്നുകൂടെ വിളിച്ച് ഓർമ്മിപ്പിക്കണം മോളെ. വിളിക്കാം അച്ഛമ്മേ. എന്റെ ഭഗവാനെ, സഹായിക്കണമെന്നുണ്ട്, പക്ഷെ അച്ഛനെ കിട്ടുന്നില്ലല്ലോ. ജിതേന്ദ്രൻ ചേട്ടനെ വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ജഗൻ ഒരു കാരണവശാലും സഹായിക്കേയില്ല. ഇനി എന്താ വേണ്ടേന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ദേവി മഹാമായേ, എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല എനിക്ക്. അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇവിടുത്തെ അച്ഛനും അമ്മയും വിനുവേട്ടനും ഒക്കെ പോലീസ് സ്റ്റേഷനില. പാവങ്ങൾ അവര്. നീ തന്നെ കാത്തോളണേ ദേവി. മാധവൻ നായരും ചന്ദ്രികയും സ്റ്റേഷനിലുണ്ട്. ഇതിനിടയിൽ മാധവന്റെ ഒരു എച്ചിൽ പട്ടി വന്ന് സ്റ്റേഷനിൽ വലിയ സീനായിരുന്നു. ഒരു സംസാരിക്കാൻ കഴിയാത്തൊരുത്തൻ. അവസാനം കരണത്തിട്ടൊന്ന് പൊട്ടിച്ചപ്പോ അവനും അടങ്ങി. അതെന്തായാലും നന്നായി. അതെ, ഉണ്ടച്ചോറിന് നന്ദി കാണിക്കുന്ന ഒരു വളർത്തുനായ തന്നെയാ ആ പോങ്ങൻ. കേസൊന്നും ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞ് സെക്ഷൻ 363 ചുമത്തി എല്ലാത്തിനെയും അകത്തിടേണ്ടതാ. പക്ഷെ ആ കൊച്ച് കൂടെ നിൽക്കില്ലല്ലോ. അതിന്റെ മൊഴി പ്രധാനമാണ്. ആ നോക്കട്ടെ, അത്ര ഈസി ആയിട്ട് അവന്മാരൊന്നും പുറത്തു പോവില്ല. അത് മതി. പറ്റുമെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ IPC സെക്ഷൻ 363 തന്നെ ചുമത്തണം സാറേ. ഒന്നാം പ്രതി വന്ദന, രണ്ടാം പ്രതി മാധവനും ചന്ദ്രികയും. അവരെ പരമാവധി കുരുക്കി ശ്വാസം മുട്ടിക്കണം. അതെയായിട്ടു. ഇവന്റെ ലോറി എവിടെ? അത് എന്റെ ലോറി ഞാൻ നാഗർകോവിലോട്ട് മാറ്റി സാറേ. അങ്ങനെ പെട്ടെന്നൊന്നും പോലീസിന്റെ കണ്ണിപ്പെടുന്ന സ്ഥലമൊന്നും അല്ല സാറേ. അത് നന്നായി. അഥവാ ശ്രദ്ധയിൽപ്പെട്ടാലും ആ നമ്പർ പ്ലേറ്റും മറ്റു രേഖകളും ഒന്നും അവിടുത്തെ പോലീസുകാർക്ക് കിട്ടരുത്. അതൊന്നും കിട്ടത്തില്ല സാറേ. അതൊക്കെ ഞാൻ എന്നേ മാറ്റി. അത് പിന്നെ രാത്രിയിൽ ആരോ കൊണ്ടിട്ട ലോറിയാണെന്ന് വിചാരിക്കുള്ളൂ.
നാഗർകോവിലെ ആൾക്കാരല്ലേ, അവര് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ സാറേ. മതി മതി. പിന്നെ അല്ല. ഹലോ സാർ. എവിടെയാണോ താൻ? സാർ അത് ഞാനിവിടെ. താൻ എവിടെയെങ്കിലും അയക്കോ, അതൊക്കെ തന്റെ ഇഷ്ടം. താൻ കുറച്ച് നിരപരാധികളെ സ്റ്റേഷനിൽ പിടിച്ചു വച്ചിട്ടുണ്ടല്ലോ. സാർ അതൊരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത കേസുമായി ബന്ധപ്പെട്ട്. എന്നാര് പറഞ്ഞു? ആ കുട്ടി പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ താനത് ഊഹിച്ചെടുത്തോ? അതെനിക്ക് വേണ്ടപ്പെട്ടവരാ. സാർ അതൊന്നും എനിക്കറിയില്ലായിരുന്നു സാർ. ആ, ഇപ്പോഴറിഞ്ഞില്ലേ? അറിഞ്ഞു സാർ, ക്ഷമിക്കണം. താനുടനെ ചെയ്യാനുള്ളത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. സാർ അത് ഞാൻ അവരെ. വേണ്ട വേണ്ട സാർ. ഹലോ ഹലോ. ഫോൺ കട്ട് ചെയ്തോ? ഛേ. സർ, എന്താ സാറേ പ്രശ്നം? ഛേ. സാറാകെ ടെൻഷനിലാണല്ലോ. സാർ ഇതോടെ കുടിക്കും. വേണ്ട വേണ്ട വേണ്ട, മതി. സാർ, ആരപ്പോൾ വിളിച്ചത്? സാഗറെ, ശരിക്കും ഊരാക്കുടുക്കില്ല താൻ എന്നെ പെടുത്തിയിരിക്കുന്നത്. നന്നായി പ്രാർത്ഥിച്ചോ. ഞാൻ കുടുങ്ങിയ തന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെയും. എന്താ സാർ, ആരാ ഇൻസ്പെക്ടർ വിളിച്ചത്? അറിയില്ല. ആരായാലും അതൊരു സാധാരണക്കാരനല്ല. ശരിക്കും ഭയന്ന് അയാളുടെ ലഹരിയൊക്കെ വിയർപ്പിൽ കുളിച്ച് ഇല്ലാതായില്ലേ? സൂക്ഷിക്കണം സാറേ. ഈ വിളി അത്രയ്ക്ക് മാസാണെന്നർത്ഥം. ആരായിരിക്കും കോൾ ചെയ്തേ? മോളെ, എന്റെ മോനെ, എന്റെ മക്കള്. എനിക്കൊന്നുമില്ല അമ്മേ. അച്ഛാ, സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയാൽ ഒരു ഇൻസ്പെക്ടറുടെ ചെയറിലിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ശല്യം ചെയ്തപ്പോൾ ഈ പയ്യന് ഞാൻ ചെറുതായിട്ടൊരു അടി കൊടുത്തു. തലോടുന്നത് പോലെ ഒരു തട്ട്, അത്രേ ഉണ്ടായിട്ടുള്ളൂ. മോന് വേദനിച്ചൊന്നുമില്ലല്ലോ അല്ലേ? പിന്നെ ഇവരെ സ്റ്റേഷനിൽ കുറച്ചു നേരം നിർത്തേണ്ടി വന്നു. അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗം. അപ്പോഴും ഞാൻ ഈ ചെറുപ്പക്കാരിയായ വന്ദനയെ ലോക്കപ്പിൽ കയറിയിട്ടില്ല. അതെന്റെ മനുഷ്യത്വമല്ലേ? മനസ്സിലായി. ഈ വീടെടുത്ത് വിഴുങ്ങാനുള്ള ബഗാസുരന്റെ ശൗര്യത്തോടെയാണല്ലോ സാറിങ്ങോട്ട് വന്നേ. ഇപ്പൊ ബാലിയുടെ വാലി കുടുങ്ങിയ രാവണന്റെ അവസ്ഥയിലായി. എന്തു പറ്റി സാറേ പെട്ടെന്നൊരു മാറ്റം? ആരാ ഇവരെ ജാമ്യത്തിൽ ഇറക്കിയേ?
അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ എന്റെ തൊപ്പി മാത്രമല്ല, ചിലപ്പോ തലയും തെറിക്കും. അതൊന്നായരെ, ആ വലിയ മനുഷ്യന്റെ സുഹൃത്താണ് നിങ്ങളെന്ന് എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം ചോദിച്ചാ വളരെ മാന്യമായി പെരുമാറിയെന്നേ പറയാവൂ. തൊപ്പി തെറിപ്പിക്കരുത് മാത്രം നായരെ. ഇല്ല, പക്ഷേ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ പോലും ക്ഷമയില്ലാത്ത നിങ്ങളുടെ നീതി നിർവഹണം, അതിൻ്റെ പിന്നിൽ നിയമം അനുവദിക്കാത്ത എന്തൊക്കെയോ ഉണ്ട് അല്ലേ സാർ? സോറി മാത്രം നായരെ, ഇനി അങ്ങനെയുള്ള അപാകതകളൊക്കെ ഉണ്ടാകാതെ നോക്കാം. ഇനി നിങ്ങളുടെ പേരിൽ ഒരു നിയമ നടപടികളും ഉണ്ടാവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ അടുത്ത നിമിഷം തന്നെ ഇവിടെ ഉണ്ടാകും. എന്തു സഹായവും ചെയ്തു തരും. അതുപോരെ? എന്നാ ഞാനങ്ങോട്ട് ആയിക്കോട്ടെ. പോട്ടിടോ. അച്ഛാ, അച്ഛൻ്റെ VVIP ഫ്രണ്ട് ആരാണ്? അങ്ങനെ ഒരാളുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പുറത്തു പോയിരുന്ന ഇൻസ്പെക്ടർ വളരെ ഭയന്നിട്ടാ തിരിച്ചു വന്നത്. വന്ന ഉടനെ ലോക്കപ്പ് തുറന്ന് ഞങ്ങളെ പുറത്തിറക്കി മാപ്പ് ചോദിച്ചു. ജീപ്പിൽ കയറ്റി കൊണ്ടുവരികയും ചെയ്തു. അതിനപ്പുറം ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലും ആ അജ്ഞാത സുഹൃത്ത് ആരായിരിക്കും? ആ, കിട്ടിപ്പോയി. ആ വലിയ മനുഷ്യൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ആരാ? മറ്റാരും അല്ലടാ, നിന്റെ അമ്മായിയപ്പൻ കരുണാകര കുറുപ്പ്. കുറുപ്പ് സാറല്ലാതെ മറ്റാരടാ ഇവിടെ VVIP? ശരിയാണോ ഹരിതേ? ആ, ഞാൻ പലതവണ അച്ഛനെ വിളിച്ചതല്ലേ, എല്ലാം ശരിയാക്കാന്ന് അച്ഛനോട് പറഞ്ഞതാണല്ലോ. അച്ഛൻ തന്നെ ആയിരിക്കും വിളിച്ചു പറഞ്ഞത്. ആ, അതെ, അച്ഛൻ തന്നെയാ. കോടതിയും റിമാൻഡും ജയിൽവാസവും ഒക്കെ പ്രതീക്ഷിച്ചതാ. ഒന്നിനും ഇടകൊടുക്കാതെ കുറുപ്പ് സാർ രക്ഷിച്ചു. അദ്ദേഹത്തിന് നല്ലത് വരട്ടെ. എന്റെ ഭഗവാനെ. കുറുപ്പ് സാറിന്റെ പേരും പറഞ്ഞ് ഇനി നിനക്ക് ഞെളിഞ്ഞ് നടക്കാലോ. നിന്റെ സമയം തെളിഞ്ഞടാ. ഉറുപ്പ് ദൈവവാ, അയാൾക്ക് കോടി പുണ്യം കിട്ടും. എന്താ ബിനുവിന് എന്തിനാ കരയുന്നേ? ബിനുവിന്റെ കളിക്കൂട്ടുകാരിയല്ലേ ദിയ, അവളെ കാണണമെന്നാ പറയുന്നത്. അറിയാതെ എന്റെ കുഞ്ഞു പോയി. വീടുറങ്ങി വെളിച്ചവും കെട്ടു. ഇനി ആരോട് ഞാൻ കഥ പറയും?
എന്താ ചേച്ചി ഇത്? ചേച്ചി എന്താ ഇങ്ങനെ? ചേച്ചി പോലെ എനിക്കും അവളെ ജീവനായിരുന്നു. ദേ, എനിക്ക് സങ്കടം ഇല്ലാഞ്ഞിട്ടാണോ? ദൈവോട് നിൽക്കേണ്ടത് അവളുടെ ബന്ധുക്കളുടെ അടുത്താ. കോടതിയും പോലീസും ഒക്കെ എപ്പോഴും ബന്ധുക്കളുടെ ഒപ്പം നിൽക്കൂ. എല്ലാ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം ഞാൻ ഒരുത്തിയ. വയസ്സുകാലത്ത് വീട്ടിലിരിക്കുന്ന അച്ഛനമ്മമാരെ ലോക്കപ്പിൽ കയറ്റിയവളാ. സ്വന്തം മകളെ പോലെ ദിയമോളെ വളർത്തുന്ന രാജീവ് സാറിനും വിദ്യാമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വന്ന മഹാപാപി. എല്ലായിടത്തും ഞാനൊരു പരാജയ വർഷ. ശാപം കിട്ടിയ ജന്മം എന്റേത്. അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ചേച്ചി. എന്റെ ചേച്ചിയുടെ ജന്മം ശാപം കിട്ടിയതല്ല, പുണ്യജന്മം. അച്ഛനെ അമ്മയും കേസിൽ പെടുത്താൻ നോക്കിയപ്പോ നമ്മൾ പോലും അറിയാതെ ആരും നമ്മുടെ രക്ഷയ്ക്കെത്തിയില്ലേ? അത് കരുണാകരക്കുറിപ്പാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ പിന്നെ ധാരായിരിക്കും നമ്മുടെ കുടുംബത്തിന്റെ തലവരെയൊക്കെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ദൈവതുല്യനായ മറ്റേതോ ഒരു വ്യക്തി. അയാളിലൂടെ നമ്മുടെ കുടുംബജീവിതത്തിന്റെ ഗതി മറ്റൊന്നായിക്കൂടെ? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. എല്ലാം ശരിയാവുന്നൊരു വിശ്വാസം ഇപ്പൊ എനിക്കില്ല. ഉണ്ടാവണം. കലങ്ങി കിടക്കുന്ന ചേച്ചിയുടെ മനസ്സ് തെളിയണം. അതിനൊരേ ഒരു മാർഗമേ ഉള്ളൂ, ക്ഷേത്ര ദർശനം. എല്ലാ വേദനകളും ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് ഉള്ളൊരുകിയുള്ള പ്രാർത്ഥന. എതിർപ്പൊന്നും പറയരുത്. നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോണം. എന്താ? രാവിലെ നീ എങ്ങോട്ടാ? കണ്ടിട്ട് ഏതോ ഒരു അഗ്രഹാരത്തിലേക്ക് വോട്ട് ചോദിക്കാൻ പോകുന്ന പോലെ ഉണ്ട്. അതെ, അഗ്രഹാരത്തിലും കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവരെയൊക്കെ കണ്ട് ഒന്ന് സൗഹൃദം പുതുക്കണം. നന്നായി. ഈ അഗ്രഹാരത്തില് ഒരു പൊതുവിശ്രമ കേന്ദ്രം നിർമ്മിക്കണമെന്ന് പല തവണ അവരെന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളതാ. ഈ തിരക്കിനിടയില് അച്ഛനതങ്ങ് മറന്നുപോയി, അത്രേ ഉള്ളൂ. ഈ വിശ്രമ കേന്ദ്രത്തിന്റെ കാര്യം അച്ഛന്റെ പ്രത്യേക പരിഗണനയിലുണ്ടെന്ന് മോൻ അവരോടൊന്ന് പറഞ്ഞേക്ക്. വോട്ടാണേ. ഈ പോക്ക് അച്ഛന് വേണ്ടി വോട്ട് ചോദിക്കാനല്ല, എന്റെ ഒരു പേഴ്സണൽ കാര്യം ദൈവത്തെ അറിയിക്കാനാ. എന്റെ പ്രണയത്തിന് ഒത്താശ നിൽക്കാൻ പുള്ളിക്കാരനെ കോട്ട് വിളിക്കാനാ. ഇതെന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. എടാ ജഗ, ഞാനും വരുന്നു. കുറച്ചുപേരെ എനിക്കും കാണാനുണ്ട്. ഈശ്വര, തടസ്സം. എന്റെ ഏട്ടൻ കാറെടുത്ത് വയ്ക്കോ? ഞാനേ നടന്നാ പോകുന്നേ. അച്ഛാ, ഈയിടെയായിട്ട് ജഗനെ കുറിച്ച് മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. അവന്റെ ശ്രദ്ധ അമ്പലങ്ങളിലേക്കും ദൈവങ്ങളിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. കൈവിട്ട് ആത്മീയതയിലേക്ക് പോകുമെന്ന് അറിയില്ല. ആയിക്കോട്ടെ. അമ്പലങ്ങളും ദൈവങ്ങളും ജനങ്ങളും അവരുടെ പ്രശ്നങ്ങളും, അതാണ് നിന്റെ ഈ അച്ഛന്റെ പ്രത്യേകത. എന്നാ പിന്നെ ആ റൂട്ടിൽ തന്നെ ജഗനും പൊക്കോട്ടെ.